നിങ്ങളുടെ കൊച്ചുങ്ങളെ പഠിക്കണ സമയത്ത് കമ്പയർ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ എനിക്കൊരു ദിവസം മനസ്സിലായി. ഞാൻ എത്ര പ്രാവശ്യം ഇവളോട് പറഞ്ഞു കൊടുത്താലും ഇവള് പഠിക്കണില്ല. അപ്പൊ ഞാൻ പറയും, നിന്റെ ആ ഫ്രണ്ടിനെ നോക്ക്, അവരുടെ കയ്യക്ഷരം നോക്ക്, എന്ത് രസമായിട്ടാ കൊച്ചുങ്ങളെ എഴുതണത്. പക്ഷെ അങ്ങനെ പറയും തോറും കൊച്ചിന്റെ മനസ്സെന്തോ ഒരു മടുപ്പ് വന്ന പോലെ എനിക്ക് തോന്നി, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. പിന്നെ അവളുടെ സംസാരത്തിൽ മൊത്തം അമ്മേ ഞാൻ മണ്ടിയാണല്ലേ, അമ്മേ ഞാൻ പൊട്ടിയാണല്ലേ, അമ്മേ എനിക്ക് അവരുടെ അത്ര കഴിവൊന്നുമില്ലല്ലേ അമ്മ എന്നും പറഞ്ഞ അവൾ കരയാൻ തുടങ്ങി ഒരു ദിവസം. ആവട്ടെ, നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടിയാ പറയണേ, കാരണം അങ്ങനെയെങ്കിലും അവൾക്ക് വാശി കൂടി അവൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചേ. പക്ഷെ എല്ലാ കൊച്ചുങ്ങളും ഒരുപോലെ എടുക്കണമെന്നില്ല. പല കൊച്ചുങ്ങളും പലതായിരിക്കും. ചിലപ്പോ നല്ല രീതിയിൽ എടുക്കും, നല്ല വാശിയോടെ പഠിക്കും. ചില കൊച്ചുങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കും. എന്നെ കൊണ്ട് ഒരു കഴിവുമില്ല എന്നുള്ളൊരു ചിന്തയിൽ എടുക്കും. അത് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ അവളെ പഠിപ്പിക്കണ സമയത്ത് എൻ്റെ കൊച്ചിന് കഴിയും, എൻ്റെ കൊച്ചു എല്ലാവരെക്കാളും നന്നായിട്ട് പഠിക്കും എന്ന് ഞാൻ തന്നെ അവളെ പൊക്കാൻ തുടങ്ങി. അപ്പൊ അവള് വാശിയോട് കൂടി പഠിക്കണ ഞാൻ കാണാറുണ്ട്. ഒരു കൊച്ചിന് പഠിക്കണേക്കാളും കൂടുതൽ എന്താണ് ആവശ്യം എന്നറിയോ? നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുക. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണേന്ന് നമ്മൾ നോക്കുക. നമുക്ക് എന്ന് മുതൽ അവരെ നമുക്ക് കമ്പയർ ചെയ്യണ്ട. അവർ പഠിക്കട്ടെ, അവർ പഠിച്ചോളും. നമ്മളൊക്കെ ഈ പ്രായത്തിൽ പഠിക്കുമായിരുന്നോ? ഇപ്പോഴത്തെ പിള്ളേര് അതിനെക്കാളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പണ്ടത്തെ സിലബസ് ആണിപ്പോ. കടിച്ചാ പൊട്ടാത്ത ഭാഷകളൊക്കെയാണ്. ഓരോ സ്പെല്ലിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ജെമിനിനോടും ചാറ്റ് ജിപിടിനോടും ഒക്കെ പോയി സെർച്ച് ചെയ്യേണ്ട അവസ്ഥ. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്യാതെ അവരുടെ കൂടെ ഇരുന്നൊന്ന് അവരൊന്ന് പ്രോത്സാഹിപ്പിച്ചാലോ, പഠിച്ചാലോ. എനിക്ക് തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതുപോലെ എടുക്കുക. അപ്പൊ ബൈ ബൈ.